ഇന്നത്തേത് ഒരു കഥയല്ല, മറിച്ചൊരു ഉത്തരമാണ്. അതെ, ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് പേർ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ആ ചോദ്യം വേറൊന്നുമായിരുന്നില്ല, ഞാനും ചിന്നവും കൂടെ പുതിയ യാത്രയൊന്നും പോകുന്നില്ലേ എന്ന്. എന്നാൽ ദേ ഇപ്പോ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സമയമായിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് യാത്രയ്ക്ക് ഇത്രയും നീണ്ട ഇടവേള വന്നതെന്ന് ചോദിച്ചാൽ ഒരു 2 മാസം മുൻപെടുത്ത ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ പറയാം. ഞാൻ ദേ നടന്നു ചെല്ലുന്നത് എന്റെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം അത്രയും ടെൻഷനോടുകൂടെ അറിയാൻ പോകുന്ന ഒരു റിസൾട്ട് കൈപ്പറ്റാനാണ്. ഇതാണ് ഞങ്ങളുടെ ആ സ്വപ്ന നഗരി ിലേക്കുള്ള പാസ് അടങ്ങിയ എൻവലപ്പ്, അഥവാ ഷെങ്കൻ വിസ അടിക്കാനായി ഞങ്ങൾ കൊടുത്തിരുന്ന ഞങ്ങളുടെ പാസ്പോർട്ട്. കയ്യിൽ പാസ്പോർട്ട് ലഭിച്ചാൽ മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു അഗ്നി പരീക്ഷണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് തുറക്കുന്ന സമയത്തുണ്ടായിരുന്ന നെഞ്ചിടിപ്പുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഒടുവിൽ മനസ്സിലേക്ക് ഒരു ലോഡ് ഐസ് കോരിയിട്ടതുപോലെ എന്റെ പാസ്പോർട്ടിൽ ഞാൻ ഫ്രാൻസിന്റെ മുദ്ര പതിഞ്ഞ ആ സ്റ്റാമ്പ് കണ്ടു. ചിന്നു അന്ന് ഷൂട്ടിലായിരുന്നത് കൊണ്ട് തന്നെ കക്ഷിയുടെ പാസ്പോർട്ടും ഞാൻ തന്നെ തുറന്നു നോക്കി. അവൾക്കും കിട്ടിയിരിക്കുന്നു 29 രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ അനുവാദം ലഭിക്കുന്ന ആ ഷെങ്കൻ വിസ. അപ്പോൾ നാളെയാണ് 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. കുറച്ച് നല്ല കുപ്പായങ്ങൾ മേടിക്കാനുള്ള പോക്കാണിത്. ഇനി ഏത് രാജ്യത്തേക്കാണ് ആദ്യം പോകുന്നതെന്ന് പറയാം. കുഞ്ഞുനാൾ മുതലേ സിനിമകളിലും ടിവിയിലും പുസ്തകങ്ങളിലുമൊക്കെ കണ്ടും കേട്ടും ഒരുപാട് ആഗ്രഹിച്ച പ്രണയത്തിന്റെ നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന പാരീസിലേക്ക്. അവിടെ നിന്നും നമ്മൾ എല്ലാവർക്കും സുപരിചിതമായ മറ്റു 4 രാജ്യങ്ങളിലേക്കും. അങ്ങനെ യൂറോപ്പ് മുഴുവൻ ചുറ്റിക്കാണാനുള്ള കുപ്പായങ്ങളും മേടിച്ച് തിരികെ ഫ്ളാറ്റിലേക്ക്. ഇനി എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ടുള്ള ഞങ്ങളുടെ പരിപാടികൾ എന്നറിയാനായി നമ്മുടെ ട്രാവൽ പാർട്ണറായ വൈൻ ട്രാവൽസിന്റെ ഒരു ബ്രീഫിംഗ് കോളിൽ ഇരുന്നു. ഇവിടെ നിന്നും ഇറങ്ങുന്നത് മുതൽ തിരികെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെയുള്ള സകല പ്ലാനുകളും അവർ വ്യക്തമായി തന്നെ പറഞ്ഞു തന്നു. കൂടെ ഒരു ഉഗ്രൻ സർപ്രൈസും. ഏകദേശം 2 രാജ്യങ്ങൾ മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് നമ്മൾ തന്നെ സ്വയം കാർ ഓടിച്ചാണത്രേ. അതുകൂടെ കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അങ്ങനെ ബ്രീഫിംഗ് കോളും കഴിഞ്ഞ് നേരെ പ്രധാന പരിപാടിയിലേക്ക്. പെട്ടി പാക്കിംഗ്. ഒരുപാട് ഫ്ലൈറ്റുകളും ട്രെയിനുകളും മാറി മാറി കയറാനുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ കയ്യിൽ കരുതുന്നത്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ എന്റെ ഭാര്യ കണ്ണിൽ കണ്ടതെല്ലാം ദേ കുത്തി നിറയ്ക്കുന്നുണ്ട്. എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. പിന്നെ എപ്പോഴത്തെ പോലെയും ഈ യാത്രയിലും നിങ്ങളെ എല്ലാവരെയും കൂടെ കൂട്ടാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇതിനെല്ലാം അവസരവും പ്രചോദനവും നൽകിയത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. അങ്ങനെ പെട്ടിയൊക്കെ റെഡിയാക്കി പതിവിലും നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നു. പക്ഷേ കണ്ണുകൾ അടഞ്ഞിട്ടും ഉറക്കം മാത്രം വന്നില്ല. കാരണം മനസ്സ് മുഴുവൻ നാളെയുടെ യൂറോപ്പിലായിരുന്നു. വർഷങ്ങളായി സ്വപ്നം കണ്ട ആ മനോഹര ദിവസങ്ങൾ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം അകലെയാണെന്നുള്ള ചിന്ത ഉറക്കത്തെക്കാൾ മനോഹരമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ യൂറോപ്യൻ കഥകളുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.